അനുമോട് PR കൊടുത്തിട്ടുണ്ടോയെന്ന് ലാലേട്ടൻ. അനുമോട് പറഞ്ഞ് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലെന്ന്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് ഇതുവരെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അപ്പം ഇനി കൊടുക്കാൻ പ്ലാൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നത്. പിന്നെ ആ കുട്ടി പറഞ്ഞതോ എന്ന് ലാലേട്ടൻ. അവൾ പറഞ്ഞ് 16 ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ നമ്മളെല്ലാവരെക്കുറിച്ചും അന്വേഷിക്കാറുണ്ടെന്ന് ലാലേട്ടൻ. എല്ലാവർക്കും PR ഒക്കെ ഉള്ള ആൾക്കാർ തന്നെ ഇല്ലെന്നൊന്നും ആരും പറയണ്ടെന്ന്. പൈസ കൊടുത്തെന്നൊക്കെ എന്തിനാ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതെന്ന് ലാലേട്ടൻ. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നെന്ന് ലാലേട്ടൻ. ഷാനവാസ് പറയുന്നത് അങ്ങനെ അനുമോൾ പറഞ്ഞിട്ടുണ്ടെന്ന്. ഷാനവാസ് പിന്നെ രഹസ്യം സൂക്ഷിക്കാൻ അറിയാവുന്ന ഒരാളാണെന്ന് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ ബിന്നിയോട് ചോദിക്കുന്നത്. അപ്പം ബിന്നി പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം അനുമോൾ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കിങ്ങനെ ഒരു എമൗണ്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നു. അങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് ബിന്നിയോട് അനുമോൾ പറയുന്നു. അപ്പാനി പോയ ബീക്കിലാണ് അവൾ എന്നോട് പറഞ്ഞത്. അപ്പാനിയുടെ അതേ PR തന്നെയാണ് അവൾക്കെന്നും. അപ്പാനി പോയി ഇനി ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഞാൻ അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അങ്ങനെയുള്ള രീതിയിലാണ് അനുമോൾ പറഞ്ഞതെന്ന് ബിന്നി. ലാലേട്ടൻ ഷാനവാസിനെ വിളിക്കുന്നത്. ഷാനവാസിനോട് അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞത് അക്ബറാണ്. അക്ബർ പറഞ്ഞത് അനുമോളുടെ PR അക്ബറിനെ സമീപിച്ചിരുന്നു എന്നാണ്. എന്നോട് അനുമോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ ഞാനത് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞിട്ടില്ല എന്ന് ഷാനവാസ് പറയുന്നത്. നിങ്ങൾ രഹസ്യമായിട്ടൊന്നും വെച്ചേക്കണ്ട, ഇത് നാട്ടുകാർക്ക് മൊത്തം അറിയുന്നുണ്ട്, ഇത് എല്ലാവരും അറിയുന്നുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നത്. ഞാൻ അനുമോളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അങ്ങനെ കൊടുക്കാൻ വലിയ എമൗണ്ടൊന്നും ഇല്ല, പിന്നെ ഞാൻ വളരെ ചെറിയൊരു എമൗണ്ടാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞു അനുമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഷാനവാസ് പറയുന്നത്. 16 ലക്ഷം വളരെ ചെറിയ എമൗണ്ട് ആണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. ഞാൻ 16 ലക്ഷമൊന്നും പറഞ്ഞിട്ടില്ല ലാലേട്ടാന്ന് അനുമോൾ പറയുന്നത്. അല്ല, ബിന്നി പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണെന്ന് ലാലേട്ടൻ. എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല ലാലേട്ടാ, ഞാൻ എൻ്റെ വീടിൻ്റെ ലോൺ പോലും അടച്ചു തീർന്നിട്ടില്ലെന്ന് ലാലേട്ടനോട് പറയുമ്പോൾ ലാലേട്ടൻ അയ്യോ എൻ്റെ പൊന്നു കുഞ്ഞ്, ഞാൻ ഇതിനെപ്പറ്റിയൊന്നും ചോദിച്ചില്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളെന്ന് ലാലേട്ടൻ. ഞാൻ ഇങ്ങോട്ട് വരുമ്പം കുറേ PR വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ 20, 16, 15 ഒക്കെ പറഞ്ഞ് ആ കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. PR എന്താണെന്ന് അറിയാത്ത ഒരാൾ നിങ്ങളുടെ ഇടയിലുണ്ട്, അറിയാമോ ആർക്കെങ്കിലും ആരാന്ന്? അപ്പം അനീഷ് എന്ന് പറയുന്നു. അനീഷിന് PR എന്തെന്ന് അറിയത്തില്ല അല്ലേ? അനീഷിന് അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ അനീഷ് പറയുന്നത് അല്ല, എനിക്ക് അത്ര ഡീപ്പായിട്ട് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നു. ലാലേട്ടൻ ചോദിക്കുന്നത് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടല്ല, ഇവരിവിടെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു പറയുന്നത്. ലാലേട്ടൻ പറയുന്നത് അതായത് 5 വർഷം ലീവ് എടുത്ത് ബിഗ് ബോസ് എന്താണെന്ന് പഠിച്ചിട്ട് വന്ന ഒരാൾക്ക് PR എന്താണെന്ന് അറിയത്തില്ല ഇല്ലേ? ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്ന ഒരാളാണ് PR കുറിച്ച് ഒന്നും അറിയില്ല ഇല്ലേ? അപ്പോൾ അനീഷ് പറയുന്നത് ഒരിക്കലും ഇല്ല. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അല്ല, അനീഷ് ഒരു കാര്യം പറഞ്ഞല്ലോ, 3 ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്ന് ഒരു കോള് വന്നതെന്ന്, ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് അതെ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് 3 ദിവസം മുമ്പാണ് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കോള് വരുന്നത് ആദ്യമായിട്ടെന്ന്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാനെന്ന് പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. എൻ്റെ ഒരു അറിവനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് ഒരു 12, 14 ദിവസം ഉള്ളപ്പോഴാണ്. ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ലെന്ന് അനീഷ് പറയുന്നത്. ലാലേട്ടൻ പറയുന്നത് ഇല്ലേ, അത്രയ്ക്കില്ലേ, തെളിവ് വേണമെന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് കാണിക്കും എന്ന് പറയുന്നത് ഹൗസിലുള്ള എല്ലാവരും കൈയടിക്കുന്നു. അപ്പം ലാലേട്ടൻ പറയുന്നത് 12 ദിവസം മുമ്പാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോമണറൊന്നുമല്ല, നിങ്ങൾ ഞങ്ങളിലൊരു ഭാഗമാണ്. ഇപ്പം മനസ്സിലായ PR എന്താണെന്ന്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ, എനിക്കൊന്ന് അറിയാനാന്ന് പറയും. അപ്പോൾ അനീഷ് പറയാണ് അതായത് വലിയൊരു എമൗണ്ട് കൊടുത്ത് ഇവിടെ വരുന്നതിന് മുമ്പ് വിജയിയാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണെന്ന് അനീഷ് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വലിയൊരു എമൗണ്ട് കൊടുത്ത് നിങ്ങളിവിടെ വന്ന് ചുമ്മാ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് പറയാനുള്ളത് നല്ല ഇൻഡിവിജ്വലായിട്ട് നല്ല കളിക്കണം, അപ്പം നിങ്ങൾക്ക് വോട്ട് കിട്ടും. അല്ലാതെ PR കൊണ്ട് വിജയിച്ച ഒരാളെ എനിക്കറിയില്ല. ഇപ്പോൾ അനീഷ് നന്നായിട്ട് നിന്നില്ലെങ്കിൽ നാളെ അനീഷിൻ്റെ വോട്ട് കുറയാം. ഒരു ദിവസത്തെ പ്രവൃത്തി മതി വോട്ട് കുറയാണെന്ന് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് ഒരു കാര്യം പറഞ്ഞോട്ടെ ലാലേട്ടാ. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ഒരു കാര്യമോ 100 കാര്യമോ പറയാമെന്ന് പറയുന്നത്. 5 വർഷമല്ല, ഞാനിപ്പോൾ ലീവ് എടുത്തിട്ട് 2 വർഷമേ ആയുള്ളൂ. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് എൻ്റെ അനീഷ്, നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അനീഷ് പറയുന്നത് അതായത് ഞാൻ 5 വർഷത്തെ ലീവ് എടുത്ത്, പക്ഷേ 2 വർഷം ആയതേ ഉള്ളൂ ഞാൻ ബിഗ് ബോസ് വരുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ 2 വർഷത്തിൽ ബിഗ് ബോസ് വന്നു, അപ്പോൾ ഇനി തിരിച്ച് പോയിട്ട് ജോലിക്ക് പോകുമോ അതോ 3 വർഷം കൂടെ ലീവ് എടുക്കുമെന്ന്? അപ്പോൾ അനീഷ് പറയുന്നത് 3 വർഷം കൂടെ ഞാൻ ലീവ് എടുക്കുമെന്ന്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എഴുത്തിൻ്റെ മേഖലയിലും, പിന്നെ സിനിമ തിരക്കഥകളൊക്കെ എഴുതാനുണ്ടെന്ന് പറയുന്നു. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ലാലേട്ടനോട്.
ലാലേട്ടൻ ചിരിച്ചിട്ട് ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അല്ലേ, ശരിയിരിക്കുക എന്ന് പറയുന്നത്. അടുത്ത അക്ബറിനെ വിളിക്കുകയാണ് ലാലേട്ടൻ. ലാലേട്ടൻ ചോദിക്കുന്നത് അക്ബറിന് PR ഉണ്ടോ? അപ്പോൾ അക്ബർ പറഞ്ഞു ചെറിയ രീതിയിലുണ്ട് ലാലേട്ടാന്ന്. അക്ബർ ഈ അനീഷ് പറഞ്ഞത് പോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നു. അക്ബർ പറയുന്നത് സാധാരണ അനീഷേട്ടൻ പറയുന്നത് ഒന്നും മനസ്സിലാവത്തില്ല ലാലേട്ടാന്ന് പറയുന്നത്. അപ്പോൾ അല്ല PR ഒന്നും അറിയത്തില്ലെന്ന് അനീഷ് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അക്ബർ പറഞ്ഞു അയ്യോ ശുദ്ധ കള്ളത്തരം എന്ന് പറയും. ലാലേട്ടൻ എന്താ ഈ പറയുന്നത്, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അനീഷേട്ടൻ അറിയാം, പിന്നെ PR-ൻ്റെ കാര്യം മാത്രം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഇത് പുള്ളിയുടെ സ്ട്രാറ്റജിയാണ് ലാലേട്ട. ഇവിടെ ഒരിക്കൽ പറയണ്ടായി ലാലേട്ട, എന്താണ് PR, എന്താണ് നിങ്ങൾ, എന്താണ് ഇവിടെ സ്ട്രാറ്റജി, എനിക്കിതൊന്നും അറിയത്തില്ല, എന്താണ് ഗെയിം, ഞാനിവിടെ ജീവിക്കാനാണ് വന്നതെന്ന് ഇത്രയും പറഞ്ഞാൽ ഇന്നലെ പറയുന്നത് നിവിൻ മാറി നിൽക്കി ക്യാമറ കാണുന്നില്ലെന്ന്. അപ്പോൾ അവിടെ ഭയങ്കര ചിരിയല്ല എല്ലാവരും. എപ്പോഴും അനീഷ് പറയുന്നുണ്ടായിരുന്നു കലാകാരന്മാർ, നിങ്ങളെല്ലാം കലാകാരന്മാർ, അങ്ങനൊന്നും ഇല്ല അനീഷ്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ലാലേട്ട നമ്മളെ ഇവിടെ വന്നവരെല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതെന്താ അങ്ങനെ, അതിനെന്താ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അഭിനയിക്കുന്നതിന് എന്താ കുഴപ്പം? ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽപ്പെട്ടാൽ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അതാണ് അഭിനയം എന്ന് ലാലേട്ടൻ. നിങ്ങൾ ആ വീട്ടിൻ്റെ അകത്ത് എങ്ങനെയാണ്, നിങ്ങൾ അഭിനയിച്ചേ പറ്റത്തുള്ളൂ ചില സമയത്ത്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ലാലേട്ട ഏറ്റവും കൂടുതൽ ഇവിടെ അഭിനയിക്കുന്നത് അനീഷാണ്, എപ്പോഴും അനീഷാണ് പറയുന്നത് ഞാനിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ഷാനവാസ് ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്, ഷാനവാസിന് ഇത് ബാധകമാണ്, ഞാൻ ഷാനവാസിനെ പിന്നെ പിടിച്ചോളാം എന്ന് പറയുന്നു. എന്നിട്ട് ലാലേട്ടൻ ആര്യനെ വിളിക്കുന്നു, ആര്യൻ എന്ന് പറയുന്ന. അപ്പോൾ ആര്യനെ വിളിക്കുന്ന വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.